നമ്മളിത് നല്ലൊരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും അതുപോലെ തന്നെ നമ്മുടെ മീനച്ചിലാറിൻ്റെ ഉത്ഭവ സ്ഥലവുമായ ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്, അതുകൊണ്ട് എന്താകും എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പം ദേ അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. നല്ല ഒരു അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ തോതിലൊരു മഴക്കാറുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. ഒരു ഉച്ച സമയത്താണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെ ഞങ്ങളിതേ കയറി തുടങ്ങിയിട്ടുണ്ട്. സത്യം പറയാലോ, ഈ കയറുന്ന സ്പീഡോ കാര്യങ്ങളോ ഒന്നും പകുതി എത്തിപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം നല്ലപോലെ മടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാണിച്ച ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളം പോലും ഇല്ലാണ്ടാണ് ഞങ്ങൾ കയറിപ്പോയത്. അതുകൊണ്ട് തന്നെ പകുതി എത്തിയപ്പം ദാഹിച്ച് മനുഷ്യൻ്റെ ഇടപാട് തീർന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങി പോരാനും പറ്റത്തില്ല. അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു കേട്ടോ ഞങ്ങൾ. എന്തായാലും പോകുന്നവരെയൊക്കെ ഒരു കുപ്പി വെള്ളം കൊണ്ട് കയറുകയെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. അങ്ങനെ ഇതേ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും താഴേക്കുള്ള വ്യൂ നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ കോടയൊക്കെ ഉള്ളത് കൊണ്ട് അത്ര ഇതിൽ കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ നല്ലൊരു അടിപൊളി വ്യൂ ആണ് മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു 1.5 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും മേളിൽ ചെന്നിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലാണ്. നല്ലൊരു അടിപൊളി വ്യൂ ആണ് കാണാൻ വേണ്ടി. ഒരു 5 മിനിറ്റിനുള്ളിൽ അവിടെ മൊത്തം കോട മൂടിയിട്ടുണ്ടായിരുന്നു. മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പം പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ പോവുക ബാക്ക് സൈഡ് വഴി കയറുമ്പോൾ. കാരണം അത്ര എളുപ്പമല്ല കയറി മേളിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. നല്ല ബുദ്ധിമുട്ടാണ്. ഞാനവിടെ ചെന്നതേ ഇരിക്കുകയാണ് ചെയ്തത്. ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്വാസം എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്നവർ ശ്രദ്ധിച്ചൊക്കെ ഒന്ന് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കേ.